ജനുവരി 29 ബുധനാഴ്ച. മർക്കോസ് 4:1 മുതൽ 20 വരെ വാക്യങ്ങൾ. ദാവോസിൻ്റെ പരിസരത്ത് ഒരു ഗോതമ്പ് വയലുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പ്രഭുവിൻ്റെ 2 ആൺമക്കൾ ഒരു ദിവസം ആ വയലിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടു, ഈ വയലിലെ ധാന്യക്കതിരുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിച്ചോ? ചില ഗോതമ്പ് ചെടികൾ വളരെ നിവർന്നും വൃത്തിയായും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റു ചിലത് തലകുനിച്ച് മദ്യപന്മാരെ പോലെ നിൽക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്, അവൻ്റെ സഹോദരൻ പറഞ്ഞു. ഞാൻ ഈ വയലിൻ്റെ ഉടമസ്ഥനായിരുന്നെങ്കിൽ ഈ വളഞ്ഞതും കുഞ്ഞു നിൽക്കുന്നതുമായ ഗോതമ്പ് കതിരുകൾ വലിച്ചെറിയുമായിരുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മണ്ടന്മാരാകും. ഇവരുടെ സംഭാഷണം കേട്ട ഒരു കർഷകൻ പറഞ്ഞു. മക്കളെ കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ തലകുനിച്ച് നിൽക്കുന്ന ഗോതമ്പ്, അതാണ് വയലിലെ ഏറ്റവും മികച്ച ധാന്യം. ധാന്യം ഉള്ളതിനാൽ അവർ തല കുമ്പിടുന്നു. ശൂന്യമായ ചെടികൾ ശൂന്യമായതിനാൽ നിവർന്നു നിൽക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വളരെ സുപരിചിതമായ ഒരു ഉപമ നാം കേൾക്കുന്നു. വിതക്കാരൻ്റെയും വിത്തിൻ്റെയും ഉപമ. നമുക്കറിയാവുന്നതുപോലെ ചില വിത്തുകൾ വഴിയിൽ വീണു. പക്ഷികൾ ഉടനെ ആ വിത്തുകൾ തിന്നു തീർത്തു. മറ്റു ചില വിത്തുകൾ പാറക്കെട്ടുകളിൽ വീണു. അവ വേഗത്തിൽ മുളച്ചുവെങ്കിലും വേരുകൾ മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടാഞ്ഞതിനാൽ ചെടികൾ വാടിപ്പോയി. പിന്നെ നല്ല നിലത്ത് വീണ വിത്തുകൾ, അവ മുളച്ച് സമൃദ്ധമായ വിളവ് നൽകി. ഈ ഉപമയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ കഴിയും. യേശുവിൻ്റെ വചനം ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ മണ്ണ് പാറയാണോ? യേശുവിൻ്റെ വചനം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സ്ഥിരതാമസമാക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ മണ്ണ് അനുവദിക്കുന്നുണ്ടോ? അതോ ഞാൻ യേശുവിൻ്റെ വചനം മാത്രം ശ്രവിക്കുകയും അതിനൊപ്പം ഉപരിപ്ലവമായ തലത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ദിവസവും കേൾക്കുന്ന സുവിശേഷ വചനങ്ങൾ നമ്മിൽ വേരൂന്നിയതും 30, 60, 100 ഇരട്ടി ഫലം പുറപ്പെടുവിക്കുന്നതുമാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.